ഐ കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ ഗോതമ്പ് പുട്ടും പിന്നെ പുട്ടിനൊപ്പം കഴിക്കാനായി ഒരു ഈസി ചെറുപയർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈസി പയറ് കറി ആദ്യം റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു കുക്കറിൻ്റെ അകത്തോട്ട് ഇതേപോലത്തെ സ്റ്റീൽ ഗ്ലാസ്സിൽ ഒരു പകുതി ഗ്ലാസ്സോളം ചെറുപയർ നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ടൊമാറ്റോ ചെറുതാക്കി അരിഞ്ഞതാണ്, ആവശ്യത്തിന് കറിവേപ്പില, 2 ചെറിയ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 4 ചുവന്നുള്ളി, ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്. പച്ചമുളകിൻ്റെ അളവെല്ലാം ഓരോരുത്തരുടെ എരിവനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. ഇതെല്ലാം നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവനുസരിച്ച് മുളക് പൊടിയുടെ അളവിലും വ്യത്യാസം വരുത്താം. 2 വലിയ ടീസ്പൂൺ ഗ്രേറ്റ് ചെയ്ത തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ പയർ അളന്നെടുത്തിട്ടുണ്ടായിരുന്നത് അതേ ഗ്ലാസ്സിൻ്റെ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ സാധാരണ ചെറുപയർ കുക്കറിൽ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ വിസിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ചെറുപയർ ഉപയോഗിക്കുന്നത് നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയറാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വിസിലിട്ട് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും. ഞാനിന്ന് നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയം എടുത്തു. എനിക്ക് ഒരു വലിയ വിസിൽ 3 വലിയ വിസിലും പിന്നെ ഒരു 8-9 ചെറിയ വിസിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പയറിൻ്റെ അനുസരിച്ച് നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറവ് സമയം മതി. അതുപോലെ തന്നെ നിങ്ങളുടെ ഉപയോഗിക്കുന്ന പയറിൻ്റെ വേവ് അനുസരിച്ച് വിസിലിൻ്റെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇത് വെന്ത് കഴിയുമ്പോഴേ ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങനെ തന്നെ അനക്കാണ്ട് വെക്കുക. ഇതിൻ്റെ വിസിലെല്ലാം തന്നെത്താനെ റിലീസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഏറ്റവും അവസാനം പുട്ടുണ്ടാക്കി സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം തുറക്കുക. അപ്പോഴത്തേക്കും നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ പയറെല്ലാം വെന്ത് കിട്ടി കാണും. നമ്മുടെ ഗോതമ്പ് പുട്ട് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഞാൻ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂസ് ആക്കി ഒരു 3-4 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇത് എപ്പോഴും ഇളക്കണം, കാരണം ഇത് കരിഞ്ഞൊന്നും പോകാൻ പാടില്ല. അപ്പോൾ 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറും. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പൊടി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കണം. ഈ പാനിൽ തന്നെ വെക്കരുത്, കാരണം പാനിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ചൂടുകൊണ്ട് കൂടുതൽ അതിങ്ങനെ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് ഇതുപോലെ മാറ്റി വയ്ക്കണം. ഗോതമ്പ് പുട്ടിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് 2 ടീസ്പൂൺ തേങ്ങ ഗ്രേറ്റ് ചെയ്തതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ വറുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയുടെ ചൂട് അങ്ങനെ മുഴുവനായിട്ട് മാറിയിട്ടില്ല. നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്നൊരു ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒഴിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസിൻ്റെ കണക്ക് 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ഗ്ലാസ്സിൽ ഏകദേശം 1/2 ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഇതിന് നനയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 1/2 ഗ്ലാസ് വെള്ളവും ഒറ്റയടിക്ക് ഒഴിക്കാണ്ട് കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ ഇങ്ങനെ നനച്ച് എടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ അരിപ്പുട്ടിനൊക്കെ ചെയ്യുന്ന പോലെ ആ ഒരു ടെക്സ്ചർ ആയിരിക്കില്ല നനച്ച് കഴിയുമ്പോൾ കിട്ടുന്നത്. ചെറിയ ഇതുപോലെ കട്ടകളായിട്ടായിരിക്കും വരിക. കാരണം ഗോതമ്പ് പൊടിയുടെ ടെക്സ്ചറും അരിപ്പൊടിയുടെ ടെക്സ്ചറും രണ്ടും രണ്ടാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യാസം വരുന്നത്. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 2-3 ചെറിയ കൈപ്പിടി നനച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് 1-2 പ്രാവശ്യം ഒന്ന് സ്പീഡിൽ കറക്കിയെടുക്കണം. ഒരുപാട് നേരിട്ട് കണ്ടിന്യൂസ് ആക്കി കറക്കിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ഒട്ടിപ്പോകും. അതുപോലെ തന്നെ കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ട് കറക്കുവാണെങ്കിലും ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുകയുമില്ല. ഞാനിത് 1 പ്രാവശ്യം കറക്കിയപ്പോൾ ശരിക്കും അങ്ങോട്ട് പൊടിഞ്ഞിട്ടില്ല. അപ്പോൾ 2 പ്രാവശ്യം ഒന്ന് കറക്കിയപ്പോഴാണ് ഇതുപോലെ പൊടിഞ്ഞ് കിട്ടിയത്. കണ്ടിന്യൂസ് ആക്കി ചെയ്യരുത് കേട്ടോ, ഞാൻ പ്രത്യേകം പറയാണ്. അപ്പോൾ നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ അങ്ങോട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് ഞാനിത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പുട്ടുപൊടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രസമുണ്ട് കാണാനായിട്ട്. തീർച്ചയായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഈ സമയത്ത് ഞാൻ പുട്ടുംകുടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ട്. പുട്ടും കുറ്റിയിലോട്ട് നമ്മുടെ ചില്ല് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ സാധാരണ അരിപ്പുട്ടെല്ലാം നിറയ്ക്കുന്ന പോലെ തന്നെ നിറച്ച് കൊടുക്കുക. ഒരുപാട് തിങ്ങിക്കൂട്ടി വെക്കരുത്, നല്ല ലൂസായിട്ട് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ പകുതി ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എക്സ്ട്രാ തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ബാക്കിയുള്ള പുട്ടുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഏറ്റവും മുകളിലാകുമ്പോൾ കുറച്ചും കൂടെ തേങ്ങ ഗ്രേറ്റ് ചെയ്തത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് മൂടി വെക്കാം. പുട്ടുംകുടത്തിലത്തെ വെള്ളം അങ്ങോട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിനെ വേവിക്കാനാക്കി വെക്കാം. നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെയാണ്. മുകളിൽ കൂടെ ആവി വരുമ്പം ആവി കണ്ടു കഴിയുമ്പോൾ ഒരു 2-3 മിനിറ്റ് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക. പുട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചെറുപയറിൻ്റെ അവസ്ഥ എന്തായെന്ന് നോക്കാം. ഞാൻ കുറേ നേരമായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പുട്ടിൻ്റെ കൂടെ കഴിക്കാനുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനിതിലോട്ട് 1 ഗ്ലാസ് ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. പച്ചവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതിങ്ങോട്ട് കല്ലച്ചു പോകും ഈ പയറെല്ലാം. അപ്പോൾ 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്കൊന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കത് കറക്റ്റ് നമുക്കറിയാലോ ആ ഒരു തിക്നെസ്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ പുട്ടും ചെറുപയർ കറിയും ഒരേ ടൈമിലാണ് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഈ പുട്ടും കുറ്റി ഒരു 2 മിനിറ്റ് ഇങ്ങനെ പുറത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് കുത്തിയെടുക്കാനായിട്ട്. അപ്പോൾ പൊടിഞ്ഞൊന്നും പോവാണ്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. നല്ല പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ടിനെ നമുക്ക് ഇതുപോലെ പതുക്കെ പുറത്തോട്ട് കുത്തിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പുട്ടും ചെറുപയർ കറിയും ഒരേ ടൈമിലാണ് റെഡി ആയിട്ടുള്ളത്. നല്ല കുറുകിയിരിക്കുന്ന ചെറുപയർ കറിയാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ചെറുപയർ കറിക്ക് ഒരു പ്രത്യേക രുചിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. പുട്ടിൻ്റെ കൂടെ തന്നെയല്ല, നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഈ ഈസി ചെറുപയർ കറി ഒഴിച്ചു കൂട്ടാവുന്നതാണ്. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിലുള്ള വീഡിയോസും റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഇതുപോലത്തെ നല്ല ഈസിയും സിമ്പിളും ആയിട്ടുള്ള റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.